നെക്സ്റ്റ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരിച്ചാൽക്കടവ് പാലത്തിന്റെ പണി അടുത്ത മാസം തുടങ്ങുമെന്ന് മന്ത്രി AC മൊയ്തീൻ. കല്ലുംപുറത്ത് വീണ്ടും അപകടം. കസേരകൾ കയറ്റിപ്പോയിരുന്ന വാൻ തോട്ടിലേക്ക് മറിഞ്ഞു. പട്ടിത്തടം അപ്പോസ്തോലിക് ചർച്ച് ഓഫ് ഗോഡിന്റെ VBS സമാപിച്ചു. അയനൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ പെരുന്നാൾ ഇന്നും നാളെയുമായി ആഘോഷിക്കുന്നു. കുപ്രസിദ്ധ മോഷ്ടാക്കളെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. കരിച്ചാൽക്കടവ് പാലത്തിന്റെ പണി അടുത്ത മാസം തുടങ്ങുമെന്ന് മന്ത്രി AC മൊയ്തീൻ. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിനെയും വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരിച്ചാൽക്കടവ് പാലത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി മന്ത്രി ശ്രീ AC മൊയ്തീൻ സ്ഥലം സന്ദർശിച്ചു. പൊതുമരാമത്ത് വകുപ്പിലെ ഉയർന്ന ജീവനക്കാരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ 10 കോടി രൂപയാണ് ഈ പാലത്തിന് വകയിരുത്തിയിട്ടുള്ളത്. മെയ് മാസത്തിൽ തന്നെ പാലം പണിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. മന്ത്രിയോടൊപ്പം കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നിവരും ഉണ്ടായിരുന്നു. കാലങ്ങളായി ഇരു പഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ ഒരു വലിയ ആഗ്രഹമാണ് കരിച്ചാൽക്കടവ് പാലം. പാലം യാഥാർത്ഥ്യമായാൽ കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ നിന്ന് വടക്കേക്കാട്, പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തുകളിലേക്ക് യാത്രാ ദൂരം വളരെ കുറയും. കല്ലുംപുറത്ത് വീണ്ടും അപകടം. കസേരകൾ കയറ്റിപ്പോയിരുന്ന വാൻ തോട്ടിലേക്ക് മറിഞ്ഞു. പെരുമ്പാവൂരിൽ നിന്ന് കാസർകോട്ടേക്ക് വിൽപ്പനയ്ക്കായുള്ള പ്ലാസ്റ്റിക് കസേരകൾ കയറ്റിപ്പോയിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് കല്ലുംപുറം റോഡരികിലെ ഇടതുവശത്തെ കാനയിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ ശ്രീജിത്ത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 2-നാണ് അപകടം. തൃശൂർ കോഴിക്കോട് റോഡിലെ കടവല്ലൂർ കല്ലുംപുറത്ത് എതിരെ വന്നിരുന്ന ബസ് വെട്ടിച്ചപ്പോൾ ബസ്സിലിടിക്കാതിരിക്കാൻ പിക്കപ്പ് വാൻ ഇടത്തോട്ട് വെട്ടിച്ചപ്പോൾ നിയന്ത്രണം വിടുകയും തോട്ടിലേക്ക് മറിയുകയുമായിരുന്നു. റോഡിൽ നിന്ന് മീറ്ററോളം അകലെയുള്ള റോഡിലേക്ക് പിക്കപ്പ് വാൻ മറിഞ്ഞത്. അപകടത്തിൽ വാനിലെ കസേരകൾ പുറത്തേക്ക് തെറിച്ചു വീണു. വാഹനത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. പട്ടിത്തടം അപ്പോസ്തോലിക് ചർച്ച് ഓഫ് ഗോഡിന്റെ VBS സമാപിച്ചു. 27ാമത് പഴഞ്ഞി VBS അപ്പോസ്തോലിക് ചർച്ച് ഓഫ് ഗോഡിൽ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ ബ്രദർ ഡെന്നി പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജിജി പോൾ മുഖ്യ സന്ദേശം നൽകി. പാസ്റ്റർ ജസ്റ്റിൻ ബ്രൂക്സ്, ഫേബ അച്ചൻകുൻ, ആൽഫമോൾ PC, ഗ്ലാക്സൺ പുലിക്കോട്ടിൽ, വിജി, ധനീഷ് എന്നിവർ സംസാരിച്ചു. സമ്മാനദാനം ഡോക്ടർ ജിജി പോൾ നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ റാലിയും ഉണ്ടായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി.
എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776 9446 145778. വാർത്തകൾ തുടരുന്നു. അയനൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ പെരുന്നാൾ ഇന്നും നാളെയുമായി ആഘോഷിക്കുന്നു. അയനൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ ഇന്നും നാളെയും ആഘോഷിക്കുന്നു. ഇന്ന് സന്ധ്യയ്ക്ക് 6:30 സന്ധ്യാ നമസ്കാരവും തുടർന്ന് കൊടിയും കുരിശുമേന്തിയുള്ള പ്രദക്ഷിണവും വിവിധ വിഭാഗക്കാരുടെ പെരുന്നാൾ ആഘോഷങ്ങളും നടക്കും. നാളെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് വിവിധ ഭാഗങ്ങളിൽ പെരുന്നാൾ ആഘോഷങ്ങൾ തുടങ്ങും. ആഘോഷങ്ങൾ 4 മണിക്ക് പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് കൊടിയും കുരിശുമേന്തിയുള്ള പ്രദക്ഷിണം, നേർച്ച വിളമ്പ് എന്നിവയും ഉണ്ടായിരിക്കും. കുപ്രസിദ്ധ മോഷ്ടാക്കളെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ബിസിനസ് ആവശ്യങ്ങൾക്കായി ബൈക്കിൽ പോവുകയായിരുന്ന ചാവക്കാട് സ്വദേശി വഹാബിന്റെ 10 ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ 5 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുണ്ടാ നേതാവ് പുഞ്ചിരി വിനോദിനെ ഇനിയും ഈ കേസിൽ പിടികിട്ടാനുണ്ട്. വിശ്വാസതയ്ക്ക് വേണ്ടി സംഘം സ്ത്രീകളെയും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. കിട്ടുന്ന തുക ആർഭാട ജീവിതത്തിനും ചൂതാട്ടങ്ങൾക്കും വേണ്ടിയിട്ടാണ് ചെലവഴിച്ചിരുന്നത്. ഈ 15-ാം തീയതി 4:30 മണിയോടുകൂടി ചാവക്കാട് സ്വദേശിയായ ഒരു യുവാവിൽ നിന്നും 10,01,000 രൂപ ഒരു സ്ത്രീയെ ഉപയോഗിച്ച് വിളിച്ചു വരുത്തി അയാളെ ബലമായി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി അഞ്ചാങ്കൽ വാടാനപ്പള്ളിക്ക് സമീപം ഉപേക്ഷിച്ച് അയാളുടെ കൈവശം ഉണ്ടായിരുന്ന 2 ലക്ഷം രൂപയും കൂടാതെ അയാളുടെ വാഹനത്തിലുണ്ടായിരുന്ന 8 ലക്ഷം രൂപയും തട്ടിയെടുത്തതിന് ചാവക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസിൻ്റെ അന്വേഷണ വേളയിലാണ് തിരുവനന്തപുരം സ്വദേശിയായ സ്ത്രീ ഉൾപ്പെടെയുള്ള പ്രസിദ്ധ പിടിച്ചുപറിക്കാരായ 5 സംഘത്തെ അറസ്റ്റ് ചെയ്തു. വിപണി. അടയ്ക്ക പഴയത് 4,600 രൂപ മുതൽ 4,797 രൂപ വരെ. പുതിയത് 4,400 രൂപ മുതൽ 4,800 രൂപ വരെ. രണ്ടാം തരം 3,150 രൂപ മുതൽ 3,500 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിച്ചാൽക്കടവ് പാലത്തിന്റെ പണി അടുത്ത മാസം തുടങ്ങുമെന്ന് മന്ത്രി AC മൊയ്തീൻ. കല്ലുംപുറത്ത് വീണ്ടും അപകടം. കസേരകൾ കയറ്റിപ്പോയിരുന്ന വാൻ തോട്ടിലേക്ക് മറിഞ്ഞു. പട്ടിത്തടം അപ്പോസ്തോലിക് ചർച്ച് ഓഫ് ഗോഡിന്റെ VBS സമാപിച്ചു. അയനൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ പെരുന്നാൾ ഇന്നും നാളെയുമായി ആഘോഷിക്കുന്നു. കുപ്രസിദ്ധ മോഷ്ടാക്കളെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.